ഇന്ത്യൻ സിനിമാ പ്രേക്ഷകർ ഒന്നാകെ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, നാളുകളായി അവർ എണ്ണിത്തുടങ്ങുന്നുണ്ടെങ്കിൽ, അത് ജനനായകനാണ്. വിജയാരാധകർ മാത്രമല്ല, വിജയുടെ അവസാന ചിത്രം എന്ന രീതിയിൽ ഇന്ത്യൻ സിനിമാ പ്രേക്ഷകർ ഒട്ടാകെ കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ജനനായകൻ. കഴിഞ്ഞ ദിവസം ജനനായകൻ്റെ ഒരു സ്റ്റില്ല് പുറത്തു വന്നു. അത് ഒഫീഷ്യലായിട്ടൊരു സ്റ്റില്ലല്ല, ഒരു സ്ക്രീനിൽ നിന്നും പകർത്തിയെടുത്ത ഒരു സ്റ്റില്ലാണ്. ആ സ്റ്റില്ല് ട്രെയിലറിലുള്ള രംഗമാണെന്നുള്ള സമൂഹ മാധ്യമങ്ങളിലെ വൈറലായ ക്യാപ്ഷൻസിന് പിന്നാലെയാണ് ഒരു സംശയം ഉയരുന്നത്. ജനനായകൻ്റെ ട്രെയിലർ ലീക്കായോ? ലീക്കായെങ്കിൽ അതെങ്ങനെ? ഈ ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായി മാറുകയാണ്. ഒരു സ്റ്റില്ല്, അതിൻ്റെ കൂട്ടത്തിൽ ജനനായകൻ എന്ന പേര് എഴുതി വെച്ചേക്കുന്നതും കൂടി പുറത്തു വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് ജനനായകൻ എന്ന വിജയാരാധകർ മാത്രമല്ലാതെ ഇത്രയധികം പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു സിനിമയുടെ ട്രെയിലർ ചോർന്നോ എന്ന സംശയങ്ങൾ ഉയരുന്നത്. ഒരു സിനിമയുടെ ട്രെയിലർ ചോരുന്നത് ഇത് ആദ്യമായിട്ടൊന്നും അല്ല കേട്ടോ. നമ്മൾ ഏറ്റവും കൂടുതൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത ഇന്ത്യൻ സിനിമ ഒട്ടാകെയുള്ള പ്രേക്ഷകർ കാത്തിരുന്ന എമ്പുരാൻ എന്ന സിനിമയും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അവർ റിലീസ് തീരുമാനിച്ചത്, അതായത് ട്രെയിലർ റിലീസ് തീരുമാനിച്ചത് ഒരു ദിവസം ഉച്ചയായിരുന്നു. പക്ഷേ അതിൻ്റെ തലേ ദിവസം രാത്രിയോടുകൂടി അതിൻ്റെ ട്രെയിലർ ചോരപ്പെടുകയാണ് ചെയ്തത്. അത് ചോർന്നുപോയി. ശ്രീ ഗോകുലം മൂവീസിൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്നുകൊണ്ടാണ് ഈ ചോർത്തൽ ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അൺലിസ്റ്റ് ചെയ്യുന്നതോ പ്രൈവറ്റ് ആക്കുന്നതോ എന്തോ ആയിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ അത് പെട്ടെന്നാണ് ചോർന്നത്, അത് വ്യാപകമായി ചോർന്നു. അതിന് പിന്നാലെ അണിയറ പ്രവർത്തകർ നിസ്സഹായരായി അടുത്ത ദിവസം ഉച്ചയ്ക്ക് പ്ലാൻ ചെയ്തിരുന്ന ട്രെയിലർ റിലീസ് അവർ അർദ്ധരാത്രി കൊണ്ട് റിലീസ് ചെയ്തു. എല്ലാവരും ഉറക്കത്തിലായിരുന്നു. ആ സമയത്ത് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴേക്ക് എമ്പുരാൻ്റെ ട്രെയിലർ ഒഫീഷ്യലി പുറത്തായി. ഇങ്ങനെയുള്ളൊരു സാധ്യത ഇതിനു മുമ്പ് നമ്മൾ വിറ്റ്നസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ജനനായകൻ്റെ ട്രെയിലർ ഇങ്ങനെ പോകുന്നൊരു സാധ്യതയും കൂടി വരുമ്പോഴേക്കും ആശങ്കകൾ ഉയരുന്നത്. ടെക്നോളജി ഭയങ്കരമായി വികസിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാം വളരെ സീക്രസിയോടെ മുന്നോട്ട് പോയാൽ മാത്രമേ പ്രേക്ഷകർക്ക് സർപ്രൈസ് കൊടുക്കാൻ പറ്റൂ എന്നുള്ള സാഹചര്യത്തിലേക്കും കൂടി നീളുമ്പോഴാണ് ജനനായകൻ്റെ ഉൾപ്പെടെയുള്ള ട്രെയിലർ പുറത്തേക്ക് വന്നോ, ലീക്ക് ചെയ്യപ്പെട്ടോ എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ നിൽക്കുന്നത്. അത് ലീക്ക് ചെയ്യപ്പെട്ട സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. വിജയുടെ 69ാമത്തെ സിനിമയാണ് ജനനായകൻ. ഒരുപക്ഷെ വിജയുടെ കരിയറിലെ തന്നെ അവസാനത്തെ ചിത്രം. ഓഡിയോ ലോഞ്ച് നടക്കാൻ പോകുന്നത് ഡിസംബർ 27 മലേഷ്യയിൽ വെച്ചാണ്, ഇന്ത്യയിൽ പോലുമല്ല. സാധാരണയായി ഒരു വിജയ് ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ച് നടക്കുന്നത് ഇന്ത്യയിലായിരിക്കും, തമിഴ്നാട്ടിലായിരിക്കും, മോസ്റ്റ് പ്രോബബ്ലി അത് ചെന്നൈയിലുമായിരിക്കും. പക്ഷേ ഇത്തവണ അതെല്ലാം മാറ്റിക്കൊണ്ടാണ് മലേഷ്യയിൽ കൊണ്ടുപോയി ഈ ഓഡിയോ ലോഞ്ച് വെച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പലവിധ കാരണങ്ങളുണ്ട്. ഒന്ന്, കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇവിടെ 41 പേരോളം ജീവനുകൾ നഷ്ടപ്പെട്ടൊരു സാഹചര്യം വിജയുടെ മുന്നിലുണ്ട്. സിനിമ ഓഡിയോ ലോഞ്ചൊന്നുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പോലും വിജയുടെ പൊളിറ്റിക്കൽ കരിയറുമായി ബന്ധപ്പെട്ടൊരു വലിയ തിരിച്ചടിയായിരുന്നു അത്. പക്ഷേ പിന്നീട് വിജയ്ക്ക് ഉയർത്തെഴുന്നേറ്റ് മതിയാവും. വിജയ് എന്ന നായക നടന് ജനങ്ങൾക്ക് മുന്നിൽ വന്നേ മതിയാവുകയുള്ളൂ. ആ സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ വീണ്ടും ഒരു ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനോ അല്ലെങ്കിൽ ആളുകളുടെ കുത്തൊഴുക്കോ ഒന്നും വീണ്ടും കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യത്തിൽ വിജയ് ചെയ്തൊരു ഐഡിയ ആണ് മലേഷ്യയിൽ കൊണ്ടുപോയി ആ ഓഡിയോ ലോഞ്ച് വെക്കാമെന്നുള്ളത്. അങ്ങനെ മലേഷ്യയിൽ ആ ഓഡിയോ ലോഞ്ച് വെക്കാൻ അവർ തീരുമാനിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ട്രെയിലർ തന്നെ ലീക്കായോ എന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. എച്ച് വിനോദിൻ്റെ സംവിധാനത്തിൽ പൂജ ഹെഗ്ഡെ, മമത ബൈജു വലിയ താരനിര തന്നെയാണ് ഈ സിനിമയിൽ അണിനിരക്കുന്നത്. ദളപതി കച്ചേരി എന്നൊരൊറ്റ ഗാനം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുകയും വിജയ് അനിരുദ്ധ് കോമ്പിനേഷനിൽ വീണ്ടും ഒരു അതിഗംഭീര ഗാനം കിട്ടി എന്നുള്ള ആഘോഷത്തിലൊക്കെ തന്നെയായിരുന്നു വിജയ് ആരാധകർ നിന്നിരുന്നത്. തിയേറ്ററിൽ ബ്ലാസ്റ്റ് ആക്കാൻ കഴിയുന്ന ഒരു പാട്ട്, അത് തന്നെയാണ് വിജയ് ആരാധകരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. ആ പാട്ടിൽ തന്നെ വിജയുടെ ഇതുവരെയുള്ള 68 സിനിമകളുടെയും പല റെഫറൻസുകളുമുണ്ട്. സിനിമ ഒട്ടാകെ തന്നെ അങ്ങനെ റെഫറൻസുകളാൽ നിറയ്ക്കും എന്നാണ് വിശ്വാസം. എച്ച് വിനോദാണ് സംവിധായകൻ. എച്ച് വിനോദിൻ്റെ കഴിഞ്ഞ കുറച്ച് സിനിമകളൊക്കെ തന്നെ പരാജയമായിരുന്നെങ്കിൽ പോലും ഇത്തവണ എച്ച് വിനോദ് അത് പ്രതീക്ഷകൾ തെറ്റിക്കില്ല എന്നാണ് വിശ്വാസം. വിജയ് ആരാധകരുടെ പ്രതീക്ഷ തെറ്റിക്കില്ല എന്നാണ് വിശ്വാസം. ആ രീതിയിലേക്ക് ഈ സിനിമ മാറോ എന്നുള്ളതൊക്കെ സംശയങ്ങൾ നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ട്രെയിലർ പുറത്തു വരുന്നത്. ഞാൻ പറയട്ടെ, ഇതിൻ്റെ ട്രെയിലർ ലീക്കായിട്ടുണ്ടെങ്കിൽ അതീവ ഗുരുതരമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്, തർക്കമൊന്നുമില്ല. കാരണം ഇത്രയും വലിയൊരു സിനിമയുടെ ട്രെയിലർ ലീക്ക് ചെയ്യപ്പെടുക. ഏറ്റവും ഒടുവിൽ രാജമൗലി സംവിധാനം ചെയ്ത മഹേഷ് ബാബു, പൃഥ്വിരാജ് സുകുമാരൻ, പ്രിയങ്ക ചോപ്ര എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ വാരണാസി എന്ന സിനിമയുടെ ഫംഗ്ഷൻ സമയത്ത് രാജമൗലി പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. ആ വലിയ സ്ക്രീനിൽ അവർ ആ ട്രെയിലർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. ട്രെയിലറല്ല, ഒരു ടൈറ്റിൽ ലോഞ്ച് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അത് ഏതോ ഡ്രോണുകാർ വന്ന് ഷൂട്ട് ചെയ്ത് പോയി ആ വിഷ്വൽസ് നേരത്തെ പ്രേക്ഷകരിലേക്ക് എത്തി, ഒഫീഷ്യലാക്കുന്നതിന് മുമ്പേ തന്നെ. അങ്ങനെ ഒരിടത്ത് പോലും പ്ലേ ചെയ്യാൻ കഴിയാത്ത, അതീവ സീക്രസിയോടെ പ്ലേ ചെയ്താൽ പോലും നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ വെച്ചിട്ട് ആർക്കും എന്തും പകർത്താം, എവിടെയും ലീക്ക് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. ഇത് ട്രെയിലറിന് മാത്രമല്ലല്ലോ, നമ്മളൊരു സിനിമ തിയേറ്ററുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ പോലും ആ തിയേറ്ററിൽ നിന്നും തിയേറ്റർ വിഷ്വൽസ് ഷൂട്ട് ചെയ്തുകൊണ്ട് പല പല വെബ്സൈറ്റുകളിൽ ഇടുകയും ടെലഗ്രാം പോലുള്ള ആപ്പുകളിൽ അത് യൂസ് ചെയ്യുകയും
ഈ തിയേറ്റർ പൈറേറ്റഡ് കോപ്പീസ് വിൽക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇന്നും അത് വളരെയധികം തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ ബ്രഹ്മാണ്ഡ സിനിമകൾ വരുമ്പോൾ പോലും തൊട്ടടുത്ത ദിവസം അതിൻ്റെ തിയേറ്റർ കോപ്പി അല്ലെങ്കിൽ തിയേറ്റർ പ്രിൻ്റ് പുറത്തു വരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ എത്രയോ കണ്ടിട്ടുണ്ട്. അതിന് പിന്നിൽ എന്താണ്, അതിന് ആളുകളെ പിടികൂടിയതിനു ശേഷം പിന്നീട് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയില്ല. അങ്ങനെ നിർമ്മാതാക്കളുടെ കോടികളുടെ നഷ്ടങ്ങൾ സംഭവിച്ച എത്രയോ സിനിമകൾ ഉദാഹരണങ്ങളായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു ട്രെയിലർ, ഇത്രയും അധികം ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള, പ്രേക്ഷകർ ഇത്രയധികം കാത്തിരിക്കുന്ന മറ്റൊരു സിനിമയെ ഉണ്ടാകില്ല. ആ ഒരു സിനിമയുടെ ട്രെയിലർ ഇതുപോലെ സ്റ്റില്ലുകളാണെങ്കിൽ സ്റ്റില്ലുകൾ ലീക്ക് ചെയ്യപ്പെടുക, പുറത്തു വരിക എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാനതിന് 100% നിഷേധിക്കും. ഒരു വിജയ് ചിത്രത്തിൻ്റെ ട്രെയിലർ ലീക്ക് ചെയ്തിട്ട് വേണ്ട ഒരു വിജയ് ചിത്രത്തിന് ഹൈപ്പ് കയറ്റാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വിജയ് എന്ന നടൻ്റെ, അദ്ദേഹം തന്നെ പറയുന്ന പോലെ കരിയറിന് ഉച്ചത്തിൽ, അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ പീക്ക് പോയിന്റിലാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പോകുന്നത്. 69ാമത്തെ സിനിമയൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പീക്ക് നിൽക്കുന്നതെന്ന് പറയാം. കാരണം ഇപ്പോഴാണ് അദ്ദേഹം ഓരോ ഈ ഇൻഡസ്ട്രിയുടെ സ്കീമാറ്റിക്സ് മാറ്റുക, ഇൻഡസ്ട്രിയുടെ ബൗണ്ടറീസ്, അതിർവരമ്പുകൾ താണ്ടി മുന്നോട്ട് കൊണ്ടുപോവുക, ഓരോ സിനിമയിലേക്കും അതിൻ്റേതായ മാർക്കറ്റ് വൈഡൻ ചെയ്ത് കൊടുക്കുന്ന ഒരു നായക നടനുണ്ടെങ്കിൽ അത് വിജയാണ്. അങ്ങനെ മാർക്കറ്റിംഗ് വൈഡൻ ചെയ്യുന്ന ഒരു നായകന് ഒരു വിജയ് ചിത്രത്തിന് ഹൈപ്പ് കയറ്റണമെങ്കിൽ, അത് ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കണമെങ്കിൽ ഉള്ള ഒരു ചീപ്പ് സ്ട്രാറ്റജിയാണ് ഇതുപോലുള്ള ട്രെയിലറിൻ്റെ ക്ലിപ്പിങ്ങുകളൊക്കെ ലീക്ക് ചെയ്യപ്പെടുന്നതെന്നൊക്കെ പറയുന്ന മണ്ടത്തരങ്ങളായ പല ഫേസ്ബുക്ക് പോസ്റ്റുകളും ഞാൻ കണ്ടു. അതിനൊക്കെ മണ്ടത്തരമെന്ന് മാത്രമേ വിളിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ നടൻ്റെ ഒരു ട്രെയിലറോ ഒരു പാട്ടോ നിങ്ങൾ യൂട്യൂബിൽ റിലീസ് ചെയ്ത് നോക്കൂ, കൂടുതൽ തരംഗമായി മാറുകയും കൂടുതൽ റെക്കോർഡുകൾ തീർക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണുള്ളത്. അങ്ങനെ ഒരു നടന് തൻ്റെ സിനിമയ്ക്ക് ഹൈപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് ട്രെയിലറിൻ്റെ 2-3 സ്റ്റില്ലുകൾ ലീക്ക് ചെയ്യുക എന്ന് പറയുന്നിടത്തോളം മണ്ടത്തരം വേറൊന്നുമില്ല. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്നതിൽ മുന്നിൽ നിൽക്കുന്ന നായകൻ, ഞാൻ പറയുന്നത് തമിഴ് സിനിമ മാത്രമല്ല, ഇന്ത്യൻ സിനിമയിൽ അങ്ങനെ ഒരു താരത്തിന് ഇത്രയധികം ഫാൻ ഫോളോയിങ് ഉള്ള ഒരു താരത്തിൻ്റെ സിനിമകൾ അതിൻ്റെ ട്രെയിലർ ലീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അണിയറ പ്രവർത്തകർ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വെറുതെ നമ്മൾ തള്ളിക്കളയുക എന്നതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൂടെയാണ് ജനനായകൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു പശ്ചാത്തലം കൂടി നിൽക്കെ എങ്ങനെയാണ് ഇത് ലീക്ക് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ലീക്ക് ചെയ്യപ്പെട്ടത് ഏതൊക്കെ ഭാഗങ്ങളാണ് എന്നൊന്നും അറിയില്ല. പക്ഷേ എന്തായാലും ഈ ഒരു സ്റ്റില്ല് പുറത്തു വന്നത് കൊണ്ട് തന്നെ ഇത് ഒഫീഷ്യൽ അല്ലാത്ത എന്ത് പുറത്തു വന്നാലും അത് ചോർത്തപ്പെട്ടത് തന്നെയാണ്. അതിനകത്ത് തർക്കമൊന്നും ആർക്കും വേണ്ട. അപ്പോൾ അങ്ങനെ ചോർത്തപ്പെട്ടൊരു സാഹചര്യം എങ്ങനെ ഉണ്ടായി, എങ്ങനെ അത് സൃഷ്ടിച്ചു എന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കേണ്ടതുണ്ട്. ഓഡിയോ ലോഞ്ചിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ജനങ്ങൾ. പലരും ഇപ്പോഴേ ഓഡിയോ ലോഞ്ചിൻ്റെ സീറ്റുകൾ ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. കാരണം ഈ മാസം 27-ാം തീയതിയാണ് ഓഡിയോ ലോഞ്ച്. ജനങ്ങൾ കാത്തിരിക്കുന്ന ഓഡിയോ ലോഞ്ച്. മലേഷ്യയിലാണ് ഓഡിയോ ലോഞ്ച് നടക്കുന്നതെങ്കിൽ പോലും ലോകമൊട്ടാകെയുള്ള പല വിജയ ആരാധകരും കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടെയാണ് ജനനായകൻ. ആ ഓഡിയോ ലോഞ്ചിനും അത്രയധികം പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. ഏകദേശം ആ ബുക്കിങ്ങുകൾ തുടങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പലതരത്തിലുള്ള സീറ്റുകൾ വിറ്റുപോയിട്ടുള്ളതാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. പലരും ഇപ്പോൾ തന്നെ ജനനായകൻ ഓഡിയോ ലോഞ്ചിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകാൻ തയ്യാറെടുക്കുന്നുണ്ടാവാം. ഈ വീഡിയോ കാണുന്ന ചിലർ പോലും അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കാം, ചിലർ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതായിരിക്കും. എന്തായാലും ജനുവരി 9-ാം തീയതി തന്നെ ചിത്രം റിലീസിനെത്തും എന്നുള്ളതാണ് ഇതുവരെയുള്ള ഔദ്യോഗികമായ കണക്കുകൾ. അതായത് അടുത്ത മാസം എത്താൻ പോവുകയാണ്. വിജയുടെ അവസാനത്തെ സിനിമ എന്ന ലേബലിൽ തന്നെയാണ് പുറത്തേക്ക് ഇറക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ പോലും വിജയ ആരാധകർക്ക് അത് പൂർണ്ണമായിട്ട് ഇപ്പോഴും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. ഇനിയും അദ്ദേഹത്തിൻ്റെ സിനിമകൾ വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന വിജയ ആരാധകരെക്കാൾ കൂടുതലുള്ള ന്യൂട്രൽ ഓഡിയൻസ് ഇപ്പോഴുമുണ്ട്. അവരോട് എന്ത് സമാധാനം പറയണമെന്നും അറിയില്ല. പക്ഷേ വിജയ് വീണ്ടും തിരശ്ശീലയിലേക്ക് വരണമെന്ന് തന്നെയാണ് ഏവരും പ്രാർത്ഥിക്കുന്നതും ഉറ്റുനോക്കുന്നതും സാധാരണ പ്രേക്ഷകർ നമ്മളെപ്പോലുള്ളവർ തന്നെ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്.